ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ചമ്പാരൻ സമരം. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ 1, 3 എന്നീ പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? സർദാർ കെ.എം. പണിക്കർ. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുന്ദർബൻസ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ ഡാഷ് വനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഉത്തരം കണ്ടൽ വനങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം ഭൗമതാപവികിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഉത്തരം നൈട്രജൻ. കേരളത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ് കേരളം. കൂടാതെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം. ഈ 2 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. ചേരുംപടി ചേർക്കുക. ശരിയായിട്ടുള്ള ഉത്തരം കൽപ്പാക്കം ആണവ നിലയം, ചാരിയ കൽക്കരി ഖനനം, മധുര എണ്ണ ശുദ്ധീകരണശാല, നേപ്പാനഗർ ന്യൂസ് പ്രിന്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1, 3. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം മുംബൈ. പുറംവാങ്ങൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആഗോളവൽക്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ചെറുധാന്യങ്ങളുടെ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഉത്തരം 2023. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1, 2 എന്നിവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്. ഇത് 2മാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി 42. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1, 2. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. സെൻസസ് ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? ഉത്തരം ആർട്ടിക്കിൾ 22. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഉത്തരം സുകുമാർ സെൻ. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാറാണ് റംസാർ കൺവെൻഷൻ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. താഴെ പറയുന്നവയിൽ ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെ? പാരാതൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി എന്നിവയാണ് ദഹനഗ്രന്ഥികൾ അല്ലാത്തവ. ഹിപ്പോകാമസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം തലച്ചോറ്. ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന നടത്തുന്നത്? ന്യൂമോണിയ, പ്ലേഗ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്. ഇവിടെ ശരിയായ ഉത്തരം പ്ലേഗ്. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്ത്? രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു.
പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു ഏതാണ്? ഉത്തരം പോളി ബ്ലൈൻഡ്സ്. താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബിഷ്ണോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വനസംരക്ഷണം. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഭൂമധ്യരേഖയിലെ G കൂടുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ അതിന്റെ ഒപ്റ്റിക് അക്ഷരത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആകുന്നു. ഉത്തരം ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായത് എന്ത്? ഉത്തരം പ്രതലബലം. ഏതു മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭ്യമായത്? ക്വാണ്ടം മെക്കാനിക്സ്. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ്? ഉത്തരം മൊളാരിറ്റി. ചുവടെ നൽകിയിരിക്കുന്ന അയിരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏത്? ഉത്തരം സിഡറൈറ്റ്. വിദ്യുത് കാന്തിക സ്പെക്ട്രത്തിന്റെ ദൃശ്യമേഖലയിൽ കാണാനാകുന്ന ഹൈഡ്രജന്റെ സ്പെക്ട്രൽ രേഖകളുടെ ശ്രേണിയെയാണ് ബാമർ എന്ന് പറയുന്നു. ഉത്തരം ബാമർ. ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പടയണി. പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം കൽപ്പറ്റ. 74ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൽ ഖത്താബ് ഖലീഫ് അൽ സിസി. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏത്? ഉത്തരം മുഹീദ്ദീൻ മാല. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് രക്തചന്ദനം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ഉത്തരം 51A(G). അധിനിവേശ സസ്യം അഥവാ ജന്തു വിഭാഗത്തിൽപ്പെടാത്തത് ഏതാണ്? കാട്ടുപന്നി. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം? ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പാണ്? ഉത്തരം സർപ്പ.